നമുക്ക് അനലിറ്റിക്കൽ ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ടെന്ന്. നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അനലിറ്റിക്കൽ മെത്തേഡും ഗ്രാഫിക്കൽ മെത്തേഡും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് അനലിറ്റിക്കൽ മെത്തേഡ് ആയിരിക്കും. ഗ്രാഫിക്കൽ മെത്തേഡ് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യില്ല. ബട്ട് അതിന്റെ 2 ലോ നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് ബേസ് ആയിട്ടുള്ള 2 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അത് അതിന്റെ 2 ലോ ആണ്. ഒന്ന് ട്രയാങ്കിൾ ലോ, ഒന്ന് പോളിഗൺ ലോ. സോ ഇൻ ടുഡേസ് ക്ലാസ് we will be discussing triangle law and polygon law, and we will be doing one or maximum 2 problems in connection with that. കാരണം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് ലോ പഠിക്കണം, അത് നമുക്ക് അപ്ലൈ ചെയ്ത കറക്റ്റ് ആൻസർ കിട്ടുമെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അത് മാത്രം ചെക്ക് ചെയ്യുന്നു. നമ്മൾ മെയിൻലി 2 ലോ പഠിക്കണം, ഒന്ന് ട്രയാങ്കിൾ ലോ അതുപോലെ പോളിഗൺ ലോ. നമ്മൾ കോമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് പഠിച്ചപ്പോൾ 2 റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിച്ചത് പാരലോഗ്രാം ലോ ആണ്. സോ പാരലോഗ്രാം ലോ വി ക്യാൻ അപ്ലൈ ടു ഓൺലി 2 ഫോഴ്സ്. 2 ഫോഴ്സ് വരുമ്പോൾ മാത്രമാണ് വി ക്യാൻ അപ്ലൈ പാരലോഗ്രാം ലോ. മോർ ദാൻ 2 ഫോഴ്സ് ആണെങ്കിൽ വി കനോട്ട് അപ്ലൈ പാരലോഗ്രാം ലോ. വി ഹാവ് ടു ഗോ ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഫൈൻഡിങ് ദ റിസൾട്ടന്റ്. അങ്ങനെയുള്ള മെത്തേഡിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ബട്ട് 2 ഫോഴ്സ് ആണെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി യൂസ് ദ ഇക്വേഷൻ ഫോർ പാരലോഗ്രാം ലോ. That is p root of p square plus q square plus 2pq cos theta. ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. That's for only 2 force. If we have more than 2 force, അങ്ങനെയാണെങ്കിൽ we have to find the x component and y component for each force, and we will be adding all the x components. That is all the horizontal component and y component. That means all the vertical components. അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് we will be finding out the net horizontal component and net vertical component we will be calculating. And based on that we will be calculating the resultant. That is the square root of net horizontal plus net vertical. Okay. അപ്പോൾ അതായിരുന്നു നമ്മൾ ഇത്ര നാളും ഫോളോ ചെയ്തിരുന്ന മെത്തേഡ്. Now we are going to analyze how these two methods, how we can apply by graphical method. Okay. വോയിസ് ക്ലിയർ അല്ലേ? വോയിസിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ചാറ്റ് ബോക്സിൽ ഇല്ല എന്നെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. വോയിസ് ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ, താങ്ക് യു. സോ വി ക്യാൻ നമുക്ക് പി പി ടി പ്രസന്റ് ചെയ്യാം. പി പി ടി പ്രസന്റ് ആണോ വിസിബിൾ ആണോ എന്നുകൂടി ഒന്ന് പറഞ്ഞു കേട്ടോ. പി പി ടി ഇപ്പോൾ ഷെയർ ചെയ്യാം. പി പി ടി വിസിബിൾ ആണോ എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിൽ കിട്ടും. പി പി ടി വിസിബിൾ ആണോ? പി പി ടി വിസിബിൾ ആയാൽ ഒന്ന് പറയാം. വിസിബിൾ ആയി. സോ വി ക്യാൻ സ്റ്റാർട്ട്. So we got 2 laws for the graphical method. The first law is called triangle law and second law is called polygon law. So name indicating our triangle, we will be dealing with the 3 sides. That means 2 forces and a resultant. But 2 forces and resultant calculate we will be using the triangle law. Triangle law നമുക്ക് triangle other side ഉണ്ട്, 3 സൈഡ് ആണ്. So 3 സൈഡിലെ 2 ട്രയാങ്കിളിന്റെ 2 സൈഡ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫോഴ്സുകളായിരിക്കും. ആൻഡ് ദ തേർഡ് സൈഡ് വിൽ ബി ദ റിസൾട്ടന്റ്. ദാറ്റ് ഈസ് കോൾഡ് എ ട്രയാങ്കിൾ ലോ. സോ ഇൻ പോളിഗൺ ലോ, പോളിഗൺ മീൻസ് മോർ ദാൻ കുറച്ച് കൂടുതൽ സൈഡ് ഉള്ളത്. ഓക്കെ, മോർ ദാൻ 2 or 3. ദാറ്റ്സ് കോൾഡ് പോളിഗൺ. സോ മോർ ദാൻ 3. ഓക്കെ, സോ ഇഫ് വി ഗോട്ട് ഫോഴ്സ് മോർ ദാൻ 2, നമുക്ക് 2ൽ കൂടുതൽ ഫോഴ്സ് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി വിൽ ബി റെപ്രസെന്റിംഗ് ദി ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് എ പോളിഗൺ. പോളിഗൺ ഹിയർ പോളിഗൺ മീൻസ് other than triangle. Triangle അല്ലാത്ത ഏത് ഷേപ്പിന് നമുക്ക് ഇവിടെ പോളിഗൺ എന്നാണ് യൂസ് ചെയ്യുന്നത്. So if we got 3 number of force, we will be representing the 3 number of force as the sides of a polygon. Then the 4th side will be our resultant. And if we have 5 number of force, we will be representing the 5 force as the side of a polygon, and the 6th side will be the resultant. Okay. So as the name indicates, a triangle law, if we are representing, if we have 2 forces acting simultaneously on a particle, it can be represented in magnitude and direction. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. both magnitude and direction രണ്ടും നമുക്ക് വരയ്ക്കണം. സപ്പോസ് our force, നമ്മുടെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ ആണെങ്കിൽ we have to draw in a 10 Newton scale. Suppose we will be converting 1 Newton is equal to 1 centimeter എന്ന് കൺവേർട്ട് ചെയ്തതിനു ശേഷം, സോ ഒരു ഫോഴ്സ് നമ്മളിൽ 10 ന്യൂട്ടൺ ആണ്, സെക്കൻഡ് ഫോഴ്സ് 5 ന്യൂട്ടൺ ആണ്. സോ വിൽ ബി ഡ്രോയിങ് ദ ഫസ്റ്റ് ലൈൻ ഫോർ ദ ഫസ്റ്റ് ഫോഴ്സ് ആസ് എ 10 centimeter ലൈൻ. ആൻഡ് ഫോർ സെക്കൻഡ് ഫോഴ്സ് എന്തായിരുന്നു? 5 ന്യൂട്ടൺ ആയിരുന്നു. വി വിൽ ബി റെപ്രസെന്റിംഗ് ദ സെക്കൻഡ് ഫോഴ്സ് ആസ് എ
5 centimeter line. We will be representing in magnitude and direction. തന്നിരിക്കുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ if two forces acting simultaneously on a particle, ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ representing in magnitude and direction, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, by two sides of a triangle, then the resultant may be represented in magnitude and direction by the third side of a triangle. Okay, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ so I'll be നമ്മുടെ ഫസ്റ്റ് parallelogram law വരച്ച പോലെ, so I have one force like here and another force. This is our parallelogram law. So this is 5 Newton and this is 10 Newton. Okay, 5 Newton and we have an angle of 60 degree. So I want to represent these two as a sides of a triangle. So triangle side വരയ്ക്കുമ്പോൾ ഒരു ഫോഴ്സ് ആദ്യം നമ്മൾ 10 ന്യൂട്ടൺ വരച്ചു. വിൽ ബി taking a scale equal to 1 centimeter equal to 1 Newton എന്നുള്ള സ്കെയിൽ എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള സ്കെയിൽ എടുക്കാം. as per 1 Newton is equal to 5 centimeter എടുക്കാം, 1 Newton is equal to 0.5 centimeter എടുക്കാം. ഓക്കെ, സ്കെയിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് എടുക്കാം. and based on that scale I will be drawing. So for 10 Newton I will be drawing a straight line as of 10 centimeter line. So this line of 10 centimeter. And the second force 5 Newton will be represented from the point where I stopped the first force. ആദ്യത്തെ ഫോഴ്സ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് ആ സ്റ്റോപ്പ് ചെയ്ത പോയിന്റിൽ നിന്നും 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട്, അപ്പോൾ an angle 60 degree I will be drawing the second force, okay, of 5 centimeter length. Then the resultant will be this line. The line joining the starting point and ending point will give the resultant. That is the triangle. So നമ്മളുള്ള രണ്ട് ഫോഴ്സിനെ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആയിട്ട് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡായിട്ട് ഇൻ കണ്ടിന്യൂഷൻ, ഒരു ഫോഴ്സ് കഴിഞ്ഞ് അത് എൻഡ് ചെയ്യുന്ന പോയിന്റിന് അടുത്ത ഫോഴ്സ് വരച്ചു, അത് എൻഡ് ചെയ്യുന്ന പോയിന്റിന് അടുത്ത ഫോഴ്സ്, അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ line joining the starting point and ending point will give the resultant of this force. And the direction is from starting point to the ending point. Okay, so this is called the triangle law of forces. അപ്പോൾ എല്ലാവരും ബുക്കിൽ എഴുതിക്കും law for resultant of force, ബ്രാക്കറ്റിൽ എഴുതിക്കും ഗ്രാഫിക്കൽ എന്ന് എഴുതിക്കും, ഗ്രാഫിക്കൽ മെത്തേഡ്. law for resultant of force ബ്രാക്കറ്റിൽ എഴുതാം ഗ്രാഫിക്കൽ മെത്തേഡ്. ഇത് രണ്ട് ലോസ് എഴുതാം, ട്രയാങ്കിൾ ലോ ആൻഡ് പോളിഗൺ ലോ. എന്നിട്ട് മെയിൻ ഹെഡിങ് എഴുതാം ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. ഹെഡിങ് എഴുതാം ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. നെക്സ്റ്റ് ലൈൻ ആയിട്ട് എഴുതാം it states that നമ്മൾ എഴുതിക്കുന്ന സെന്റൻസ്, if two forces acting simultaneously on a particle, if two forces acting simultaneously on a particle be represented in magnitude and direction, by the two sides of a triangle. ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. by in magnitude and direction, നമുക്ക് രണ്ടും വേണം, in magnitude and direction by the two sides of a triangle, comma, their resultant may be represented in magnitude and direction, their resultant may be represented in magnitude and direction by the third side of a triangle, by the third side of the triangle, by the third side of the triangle. എന്നിട്ട് റഫായിട്ട് ഈ ഫിഗർ വരച്ചു വെച്ചു, ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഫിഗർ റഫായിട്ടൊന്ന് വരച്ചു വെച്ചു. So this is the resultant.
ഇത് വരച്ചു കഴിഞ്ഞാൽ പറയാം. റഫായിട്ട് സ്കെയിൽ പെൻസിൽ ഒന്നും എടുക്കണ്ട, റഫായിട്ട് മാത്രം വരച്ചാൽ മതി. സ്കെയിൽ പെൻസിൽ വരയ്ക്കാനുള്ള 2 പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. തൽക്കാലം ഇപ്പോൾ സ്കെയിൽ പെൻസിലൊന്നും വേണ്ട, റഫായിട്ട് മാത്രം വരച്ചാൽ. വരച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയാം. വരച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി പറയാം. We can go to our next law, Polygon law of forces. ആൾക്കാർ പറഞ്ഞു, ആൾക്കാരും പറയട്ടെ. ഓക്കെ, ഇതെല്ലാവരും ഇപ്പോൾ ഒരു മെജോറിറ്റി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഗോ ടു അവർ നെക്സ്റ്റ് ലോ. സോ രണ്ട് ഫോഴ്സിന്റെ കേസിലാണ് വി വിൽ ബി യൂസിങ് ദ ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ്. ഇഫ് വി ഹാവ് മോർ ദാൻ 2 ഫോഴ്സ് വി വിൽ ബി യൂസിങ് ദ പോളിഗൺ ലോ ഓഫ് ഫോഴ്സസ്. അപ്പൊ ഇതേപോലെ തന്നെ കൺസെപ്റ്റ് ആസ് പെർ ട്രയാങ്കിൾ ലോ ആണ്. നമ്മളിപ്പോ we will be representing 2 force as the 2 sides of a triangle in continuation. ഒരു ഫോഴ്സ് എൻഡ് ചെയ്യുന്ന അടുത്ത ഫോഴ്സ് ഒരു ഓർഡറിൽ ഇൻ ഓർഡർ എന്ന് പറയും. അതുപോലെ ഒരു ഓർഡറിലായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ then the resultant will be marked as the last side. എത്ര ഫോഴ്സ് ഉണ്ടോ അത്രയും സൈഡുകൾ വരുന്നു മാത്രം. ഓക്കെ, so this is our statement. If a number of force acting simultaneously on a particle be represented in magnitude and direction. നേരത്തെ കേസിലെ 2 ഫോഴ്സ് ആയിരുന്നു. ഇപ്പോൾ a number of force acting simultaneously on a particle be represented in magnitude and direction by the sides of a polygon. So polygon number of sides 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, depends. Then the resultant of all these forces may be represented in magnitude and direction by the closing side of the polygon. നമ്മളിപ്പോ ഒരു 5 സൈഡ് ഒരു പോളിഗൺ വരച്ചു. ഫസ്റ്റ് ഫോഴ്സ് ഇങ്ങനെ വരച്ചു, സെക്കൻഡ് ഫോഴ്സ് ഇങ്ങനെ വരച്ചു, തേർഡ് ഫോഴ്സ് ഇങ്ങനെ വരച്ചു, ഫോർത്ത് ഫോഴ്സ് ഇങ്ങനെ വരച്ചു, ഫിഫ്ത്ത് ഫോഴ്സ് ഇങ്ങനെ വരച്ചു. ഓക്കെ, ഫസ്റ്റ് ഫോഴ്സ്, സെക്കൻഡ് ഫോഴ്സ്, തേർഡ് ഫോഴ്സ്, ഫോർത്ത് ഫോഴ്സ്, ഫിഫ്ത്ത് ഫോഴ്സ്. Then the resultant will be the line closing the side closing the polygon. That will be the resultant. So this will be the resultant of the polygon. നമ്പർ ഓഫ് സൈഡ്സ് മോർ ദാൻ 3 ഉള്ള എല്ലാത്തിനും നമ്മൾ പോളിഗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പോളിഗണിന്റെ ലോ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഫോഴ്സുകൾ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്താൽ ദ ലൈൻ ക്ലോസിങ് ദ ലാസ്റ്റ് സൈഡ് ചിലപ്പോൾ 5-ലാവും നിൽക്കാം, ചിലപ്പോൾ 6-ലാവും, ചിലപ്പോൾ 4-ലാവും നിൽക്കാം, ഡിപ്പെൻഡ്. So line closing the side of the polygon will be representing the resultant. Line closing the side of the polygon, last side. Line closing the side of the polygon will be representing the resultant. Okay, so heading ediko polygon law of forces. Actually idoru triangle law ന്റെ extension ആണ്. Triangle law ൽ നമ്മളൊരു 2 force ന്റെ concept പറഞ്ഞപ്പോൾ polygon law ൽ will be explaining the concept of more than 2 forces. Okay, if a number of forces acting simultaneously on a particle be represented in magnitude and direction by the sides of a polygon, then the resultant of all these forces may be represented in magnitude and direction by the closing side of a polygon. Okay,
ഇത് വേണമെങ്കിൽ ഇതും ഒരു റഫായിട്ട് വരച്ച് വെച്ചോ. ഫോഴ്സ് നമ്പർ 1, 2, 3, 4, 5 റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോട്ട് ലൈൻ ഇട്ട് മാർക്ക് ചെയ്യാം. വേറെ എക്സാമ്പിൾ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫോഴ്സ് വിൽ ബി ലൈക്ക് ദിസ്, second force will be like this, and third force will be like this. The resultant will be resultant. Condition for resultant. After varakkam, and we can go to our first problem. First problem allow the step and full ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വരച്ച് നോക്കാം. എല്ലാവരും സ്കെയിലും പെൻസിലും പ്രൊട്രാക്ടറൊക്കെ റെഡിയാക്കി വയ്ക്കാം. നമുക്ക് ഒന്ന് വരച്ച് ഗ്രാഫിക്കലായിട്ട് വരച്ചിട്ട് സെയിം ആൻസർ കിട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? കംപ്ലീറ്റ് ആയെന്ന് ചെറിയ ഫിഗർ അല്ലേ, റഫ് ഫിഗർ അല്ലേ, റഫായിട്ടുള്ള വരയ്ക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയെന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ അല്ലേ, കഴിഞ്ഞില്ലേ? പോളിഗണിന്റെ റഫായിട്ട് വരച്ചില്ല. ഓക്കെ, ഇതിലെ ഫുൾ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എ പാർട്ടിക്കിൾ ആക്റ്റഡ് അപ്പോൺ ബൈ 3 ഫോഴ്സസ്. നമുക്ക് ട്രയാങ്കിൾ ലോ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ആക്റ്റഡ് അപ്പോൺ ബൈ 3 ഫോഴ്സസ്, മോർ ദാൻ 2 ഫോഴ്സസ്. ഓക്കെ, സോ വിൽ ബി അപ്ലൈയിങ് ദ പോളിഗൺ ലോ ഈക്വൽ ടു 50 ന്യൂട്ടൺ, 100 ന്യൂട്ടൺ ആൻഡ് 130 ന്യൂട്ടൺ. അപ്പോൾ 3 ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അവർ തന്നിട്ടുണ്ട്, 50 ന്യൂട്ടൺ, 100 ന്യൂട്ടൺ ആൻഡ് 130 ന്യൂട്ടൺ. Along the 3 sides of an equilateral triangle. Equilateral triangle. Equilateral triangle എന്താ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് equilateral triangle. equilateral triangle ആംഗിൾസ് എത്രയായിരിക്കും? സോ ഓൾ ആംഗിൾസ് വിൽ ബി 60 ഡിഗ്രി ആയിരിക്കും. എല്ലാവരും equilateral triangle ഇൻക്ലൂഡഡ് ആംഗിൾ എല്ലാത്തിന്റെയും എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ ഇൻക്ലൂഡഡ് ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ 180 ആയിരിക്കും. equilateral triangle ആണെങ്കിൽ എല്ലാ ഇൻക്ലൂഡഡ് ആംഗിളും സെയിം ആയിരിക്കും. And total എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. സം വിൽ ബി 180 ഡിഗ്രി. സം വിൽ ബി 180 ഡിഗ്രി എന്നുള്ള എല്ലാ ട്രയാങ്കിളിനും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ബട്ട് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇൻഡിവിജ്വൽ ആംഗിൾസ് എല്ലാവരും 60 ഡിഗ്രി ആയിരിക്കും. along the sides of an equilateral triangle. We got a 3 force acting along the sides of an equilateral triangle. So ഈ കണ്ടീഷൻ തന്നിരിക്കുന്നത് to find the angle of the force. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഈ ഫിഗറും തന്നിട്ടില്ല കേട്ടോ. അത് തന്നിരിക്കുന്നത് 3 ഫോഴ്സസ് 50 ന്യൂട്ടൺ, 100 ന്യൂട്ടൺ ആൻഡ് 130 ന്യൂട്ടൺ ആക്ടിങ് അലോങ് ദ 3 സൈഡ്സ് ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ 3 സൈഡുകളിലായിട്ട് നമുക്ക് 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ടേക്കൺ ഇൻ ഓർഡർ. ആദ്യം 50, പിന്നെ 100, പിന്നെ 130, അങ്ങനെ ഓർഡറിലായി എടുക്കണം. ഫൈൻഡ് ഗ്രാഫിക്കലി ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. ഫൈൻഡ് graphically the magnitude and direction of the resultant force. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഫിഗർ വരയ്ക്കുന്നതാണ്. സോ ഫസ്റ്റ് വി വിൽ ഡ്രോ ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ. നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കും. ആൻഡ് വിൽ ബി റെപ്രസെന്റിങ് അവർ 3 ഫോഴ്സ്. അപ്പോൾ അവർ 3 ഫോഴ്സ് പറയുന്നുണ്ട്. ഇവർ വരച്ചിരിക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് ഫോഴ്സ് നമ്മൾ നോർമലി ആദ്യം വരയ്ക്കുന്ന ഫസ്റ്റ് ഫോഴ്സ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കാം. സോ വിൽ ബി ഡ്രോയിങ് ദ ഫസ്റ്റ് ഫോഴ്സ് ആസ് 50 ന്യൂട്ടൺ. അത് കഴിഞ്ഞാൽ അടുത്ത സൈഡ്, അപ്പോൾ അടുത്ത സൈഡിൽ എന്താ 100 ന്യൂട്ടൺ. സോ വിൽ ബി ഡ്രോയിങ് ദിസ് വൺ ആസ് 100 ന്യൂട്ടൺ. ആൻഡ് തേർഡ് സൈഡ് ഇവിടെ ആണ്. ഒരു ഓർഡറിൽ വരച്ചാൽ മാത്രം, ഓർഡർ മാറ്റി വരച്ചാലും പ്രശ്നമില്ല. പക്ഷെ നോർമൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് വരച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വി ക്യാൻ 50 ന്യൂട്ടന് ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചിലർ മാറ്റി കൊടുത്താലും നോ പ്രോബ്ലം. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ 130 ന്യൂട്ടൺ. സോ വി ഗോട്ട് 3 ഫോഴ്സസ്. So, as per Polygon law, we will be representing these 3 forces as the 3 sides of a polygon, and the fourth side will give the resultant. അങ്ങനെയാണ്. സോ നമ്മൾ സ്കെയിൽ എടുത്തു. സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 50 ഉണ്ട്, 100 ഉണ്ട്, 130 ഉണ്ട്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് സ്കെയിൽ എടുക്കാം. അപ്പോൾ 130 ന്യൂട്ടന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ 50 ന്യൂട്ടൺ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. സോ ബെറ്റർ ടു ടേക്ക് 10 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. 10 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ എന്നുള്ള സ്കെയിൽ നമുക്ക്
ഓക്കെ, അപ്പോൾ 50 ന്യൂട്ടൺ ഈക്വൽ ടു നമുക്ക് എന്താകും 5 സെന്റിമീറ്റർ ആവും. 100 ന്യൂട്ടൺ 10 സെന്റിമീറ്റർ ആവും. 30 ന്യൂട്ടൺ 13 സെന്റിമീറ്റർ ആവും. 13 സെന്റിമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ വേറെ സ്കെയിൽ എടുക്കാം. 20 ന്യൂട്ടൺ ഈക്വൽ ടു 1 സെന്റിമീറ്റർ എന്ന് സ്കെയിൽ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ബുക്കിന്റെ സ്പേസും നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഇതുപോലെ നമുക്ക് എടുക്കാം. ഈ 20 ന്യൂട്ടൺ ഈക്വൽ 1 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ 50 ന്യൂട്ടൺ എത്ര വരും? 50 ന്യൂട്ടൺ വിൽ ബി 2.5 സെന്റിമീറ്റർ. 100 ന്യൂട്ടൺ വിൽ ബി 5 സെന്റിമീറ്റർ. 130 ന്യൂട്ടൺ വിൽ ബി 6.5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും സ്കെയിൽ എടുക്കാം. എന്നിട്ട് സ്റ്റാർട്ടിംഗ് ആണ് ഫസ്റ്റ് ഫോഴ്സ് ഏതാ? 50 ന്യൂട്ടൺ. ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു, ഫസ്റ്റ് ഫോഴ്സ് പോയിന്റ് മാർക്ക് ചെയ്തു. അവിടുന്ന് 50 ന്യൂട്ടന്റെ ഡയറക്ഷൻ ഏതാ? ഹൊറിസോണ്ടലായിട്ട് വി വിൽ ബി ഡ്രോയിങ് എ ലൈൻ ഓഫ് ഏതാ സ്കെയിൽ എടുക്കുന്നത്? 5. ഈ സ്കെയിൽ ആണെങ്കിൽ 5 സെന്റിമീറ്റർ വരയ്ക്കാം. സെക്കൻഡ് സ്കെയിൽ ആണെങ്കിൽ 2.5 സെന്റിമീറ്റർ. സോ ഐ വിൽ ബി ടേക്കിംഗ് ദ ഫസ്റ്റ് സ്കെയിൽ. സോ ഐ വിൽ ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 5 centimeter horizontally, and I will stop here. Total length 5 centimeter. Okay, and from this point, this angle എത്രയായിരിക്കും? This angle will be 120 degree. So from this horizontal, അപ്പോൾ നമുക്ക് ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഫ്രീ ആയിട്ട് കുറച്ച് ലെങ്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് യൂസിങ് ദാറ്റ് പ്രൊട്രാക്ടർ മാർക്ക് 120 degree. 120 degree mark here. So we got some point over here. 120 degree point കിട്ടും. And from this point, draw a line of 10 centimeter length. From this point, draw a line of 10 centimeter length. Okay, ആദ്യം നമ്മൾ 5 സെന്റിമീറ്ററിന്റെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് വി ഹാവ് ടു ഡ്രോ എ 120 ഡിഗ്രി. അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെറുതെ ലൈറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ടു. കാണുന്നില്ല, നമുക്ക് മാത്രം കാണുന്ന മോഡ് വളരെ ലൈറ്റ് ആയിട്ട് തിന്നായിട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടു. ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇവിടെ 120 ഡിഗ്രി നമുക്കറിയാം. സോ 120 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ ലെങ്ത് 10 സെന്റിമീറ്റർ വരുന്നവർക്ക് നമ്മൾ എൻഡ് പോയിന്റ് ഇട്ടു. ദിസ് ഈസ് അവർ എൻഡ് പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ലൈനും വരച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് വി ഹാവ് ടു റെപ്രസെന്റ് ദ 130 ന്യൂട്ടൺ. സോ here, this is the underline, and this angle, what is this angle? This angle will be 120 degree. Again 120 degree. So നമുക്ക് ഈ പോയിന്റും കുറച്ചും കൂടി ഒരു ലൈൻ ടുവേർഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യാം. ആൻഡ് ഫ്രം ഹിയർ മെഷർ ആൻ ആംഗിൾ 120 ഡിഗ്രി. ഇവിടുന്ന് മെഷർ ചെയ്യണമെന്നില്ല, ആണെങ്കിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ, ഈ ആംഗിൾ മെഷർ ചെയ്താലും മതി. ദിസ് ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് 60 ഡിഗ്രി മെഷർ ചെയ്യാം. 60 degree measure ചെയ്യാം, or measure this as 120 degree. ഏതായാലും കുഴപ്പമില്ല. And from using the protractor, mark a point here. Practice ഏകദേശം ഇവിടെ പോയിന്റ് കിട്ടും. And join these two points and extend up to 13 centimeter. 13 centimeter വരെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ നമുക്കൊരു എൻഡ് പോയിന്റ് കിട്ടും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വന്നിട്ട് എൻഡ് ചെയ്തു. The line AD will represent the resultant, both in magnitude and direction. So magnitude കിട്ടാൻ ഇതിന്റെ ലെങ്ത് മെഷർ ചെയ്യാം. ഇതിന്റെ ലെങ്ത് നിങ്ങൾക്ക് എത്ര കിട്ടണമെന്ന് നിങ്ങൾ ഓരോരുത്തർ കമന്റിൽ പറയാം. അതുപോലെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആംഗിൾ മെഷർ ചെയ്യാം. ആംഗിൾ വന്നാൽ ആക്ച്വലി സ്റ്റാർട്ടിങ് ഫ്രം ദിസ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ള ടോട്ടൽ ആംഗിളാണ് എനിക്ക് ആവശ്യം. ഇത്രയും ആംഗിളാണ് എനിക്ക് ആവശ്യം. അപ്പൊ ഈ ആംഗിൾ മെഷർ ചെയ്തിട്ട് അതിന്റെ കൂടെ 180 ആഡ് ചെയ്താലും മതി. അപ്പൊ എല്ലാവരും വേഗം സ്കെയിലും പെൻസിലും എടുത്ത് വരച്ചിട്ട് ടെൽ മീ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ AD. AD എന്നുള്ള ലൈനിന്റെ ലെങ്ത് എത്രയാണെന്ന് പറയാം. ഓക്കെ, വേഗം വരച്ചോളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഡൗട്ടൊന്നും ഇല്ലാത്തവര് വേഗം സ്കെയിലും പെൻസിലും പ്രൊട്രാക്ടറും എടുത്തിട്ട് വരയ്ക്കാം. ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാനുള്ള സ്പേസ് വിട്ടാൽ മതി. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വരച്ചാൽ മാത്രം മതി. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് വിടാൻ നമുക്ക് സമയം പോലെ നല്ല കംപ്ലീറ്റ് ചെയ്യാം. തൽക്കാലം സ്കെയിലും പെൻസിലും പ്രൊട്രാക്ടർ എടുത്തിട്ട് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഇത് വരച്ചതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് വേണ്ടി ചോദിക്കാത്തത് ചോദിക്കാം, പക്ഷെ ക്ലാസ്സിൽ ചോദിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
എല്ലാവരും സ്കെയിലും പെൻസിലൊക്കെ എടുത്തിട്ട് വരയ്ക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുകൾ ഉണ്ടാവും, നോ പ്രോബ്ലം. അത് ചിലപ്പോൾ സില്ലി ഡൗട്ടായി, ചിലപ്പോൾ ഭയങ്കര വലിയ ഡൗട്ട്, ഞാൻ പറയാൻ മിസ്സായ എന്തെങ്കിലും പോയിന്റുകളായിരിക്കും. അതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡൗട്ടായിട്ട് എന്ത് തോന്നിയാലും അത് ചോദിക്കാം. വേറെ ആർക്കും നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ ഒരിക്കലും മനസ്സിൽ വെച്ചിരിക്കാണ്ട് അത് ചോദിച്ചാൽ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല. എത്ര സില്ലി ഡൗട്ടാണെങ്കിലും എത്ര വലിയ ഡൗട്ടാണെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നതൊക്കെ ഐ വിൽ എക്സ്പ്ലെയിൻ. ഇപ്പോൾ പറ്റാത്ത കാര്യങ്ങൾ വെച്ചെങ്കിൽ ഞാൻ ബുക്ക് നോക്കിയിട്ട് വേറെ ദിവസങ്ങളിൽ പറഞ്ഞുതരാം. ഓക്കെ, വലിയ ഡൗട്ടൊന്നും ഇല്ല വിചാരിക്കുന്നു. വലിയ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വേഗം ആൻസർ ചെയ്തിട്ട് AD എന്നുള്ള ലൈനിന്റെ ലെങ്ത് എത്രയാണ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്യാം. ഇതേപോലെ തന്നെ ആ ആംഗിൾ എത്രയാണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഇതിൽ ഫൈനൽ ആൻസർ ഇല്ലാതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ആൻസർ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. $70 ന്യൂട്ടനാണ് ഒരാൾ ടൈപ്പ് ചെയ്ത്. ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ ഫൈനൽ ആൻസർ ഇല്ല, നോക്കണം. $70 ന്യൂട്ടൺ, ഓക്കെ, 200 ഡിഗ്രി, 70 ന്യൂട്ടൺ 200 ഡിഗ്രി. ഓക്കെ, എല്ലാവർക്കും കോമൺ ആൻസർ ആണ്. So we can fix the resultant as 70 Newton and the angle as 200 degree. ഓക്കെ, കറക്റ്റ് എല്ലാവരും കറക്റ്റ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൊടുക്കാന്ന് വരച്ചിരിക്കുന്നു തോന്നുന്നു. കാരണം ഒരു എല്ലാവർക്കും സെയിം ആൻസറിന് കിട്ടണമെങ്കിൽ എല്ലാവരും കറക്റ്റ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എടുത്ത് വരച്ചിരിക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. മീൻസ് ആരും പറയില്ല ഗ്രാഫിക്കലായിട്ട് ചെയ്യണം, അനലിറ്റിക്കലായിട്ട് ചെയ്യണം. അങ്ങനെ സ്പെഷ്യലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും മെൻഷൻ ചെയ്യില്ല. നമുക്ക് കുറെ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിക്കണേന് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ ചെയ്യാൻ മാത്രം. ഓക്കെ, ഇതിപ്പോൾ ട്രയാങ്കിളിന്റെ ഇനി നമ്മൾ ഓൾറെഡി ചെയ്ത വേറൊരു പ്രോബ്ലം കൂടി ഞാൻ ഈ മോഡൽ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കുറെ നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സുകൾ കാൽക്കുലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഈ മെത്തേഡിലൊന്നും ചെയ്ത് നോക്കാം. റിസൾട്ടന്റ് സെയിം തന്നെ കിട്ടുന്നു നോക്കി നോക്കാം. അപ്പൊ അതുകൂടി ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രാഫിക്കൽ മെത്തേഡ് കുറച്ചുകൂടി ഈസി ആണെന്ന് ഒക്കെ തോന്നും. കാരണം നമുക്ക് കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കുക വേണം. കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റിയാൽ ഗ്രാഫിക്കൽ മെത്തേഡ് വിൽ ബി വെരി ഗുഡ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വെക്ടർ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രം എന്ന് പറയട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിരുന്നു ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇതിൽ നമ്മൾ കറക്റ്റ് മാഗ്നിറ്റ്യൂഡിലും കറക്റ്റ് ഡയറക്ഷനിലാണ് വരച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് എ വെക്ടർ ഡയഗ്രാം ഓർ വെക്ടർ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഇതെല്ലാവരും കഴിഞ്ഞു വിചാരിക്കുന്നു. ഒരു ഇതെല്ലാവർക്കും 70 and 200 ഡിഗ്രി തന്നെ കിട്ടിയിട്ടുണ്ട്. 70 ന്യൂട്ടൺ ആൻഡ് 200 ഡിഗ്രി കുറെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോയാലോ? ഇതെല്ലാവരും ആയിണ്ടല്ലോ. നമുക്ക് എത്ര ആൾക്കാരായി? 10 ആൾക്കാരായി. കട്ട് അബൌട്ട് വേറെ 1-2 ആൾക്കാർ ചോദിച്ചോക്കാം. നമ്മളിപ്പോൾ ഇതുവരെ ചോദിച്ചു ഗിരീഷ്, നിതിൻ, നിർമ്മൽ, പവൻ, പ്രണവ്, പ്രിയ, രജിത, രാഹുൽ മനേഷ്. രാഹുൽ മനേഷ് അവിടെ ഉണ്ടോ? രാഹുൽ മനേഷ്. രാഹുൽ മനേഷ് ഒന്ന് കാണട്ടെ. രാഹുൽ മനേഷിനെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ക്ലാസ് ആരും കണ്ടിട്ടുണ്ടാവില്ല. രാഹുൽ ആൻസർ കിട്ടിയാ? ഇല്ല സാർ. എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. നോക്കട്ടെ, വരച്ചൊന്ന് കാണിച്ചെന്ന്. ഞാൻ വരച്ചിട്ടില്ല, ഞാൻ ക്വസ്റ്റ്യൻ എഴുതുള്ളൂ. എല്ലാം പറഞ്ഞു ക്വസ്റ്റ്യൻ എഴുതണമെന്നല്ല ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതാനൊക്കെ സമയം തന്നാലേ നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യാനുള്ള സമയം നമുക്ക് മിസ്സാവും. ഓക്കെ, അപ്പോൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നൊരു വീഡിയോ കണ്ടൊന്നും നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. പ്രശ്നങ്ങളൊന്നും വിളിച്ചോളും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നോർമലി 1 മണി വരെ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വേണമെങ്കിൽ വിളിച്ചാലും മിക്കവാറും എടുക്കാറുണ്ട്. ഓക്കെ, ഓക്കെ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാം. നമ്മൾ ഓൾറെഡി ചെയ്തൊരു പ്രോബ്ലം ആണ്. The following force act on a point 20 Newton inclined 30 degree towards northeast.
ഇതൊക്കെ ഓൾറെഡി നമ്മൾ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്നുള്ള മെത്തേഡിലൂടെ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത പ്രോബ്ലം ആണ്. Now we are approaching this problem in a graphical method. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോഴ്സിന് എന്തായാലും ഒരു ഫിഗർ ആയിട്ട് വരയ്ക്കണം. എക്സ് ആക്സും വൈ ആക്സും വെച്ചിട്ട് നമ്മൾ നോർമൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന മോഡലിൽ ഫിഗർ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, സോ വിൽ ബി റെപ്രസെന്റിങ് അവർ ഫോഴ്സ്. നമ്മൾ ആദ്യത്തെ 20 ന്യൂട്ടൺ ഈ ഫോഴ്സുകളെല്ലാം ആദ്യം ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കണം. ഈ ഫിഗർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, സോ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം 20 ന്യൂട്ടൺ. 20 ന്യൂട്ടൺ അല്ല, ഏറ്റവും ഹൊറിസോണ്ടലായിട്ട് ഏതെങ്കിലും ഫോഴ്സ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ട് അവിടെ ഫോഴ്സുകളൊന്നുമില്ല. So our first force is 20 Newton inclined 30 degree towards north of east. Eastൽ നിന്ന് 30 degree towards northലേക്കാണ് ഫസ്റ്റ് ഫോഴ്സ്. സെക്കൻഡ് ഫോഴ്സ് 25 degree towards north. തേർഡ് ഫോഴ്സ് 30 Newton towards north west. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് നോർത്തിന്റെയും വെസ്റ്റിന്റെയും മിഡിൽ. സോ വിൽ ബി അവർ ആംഗിൾ വിൽ ബി 45 degree. And the last force 35 Newton inclined 40 degree towards south of west. വെസ്റ്റിൽ നിന്ന് സൗത്തിലേക്ക് 40 ഡിഗ്രി ഇൻക്ലൈൻഡ്. ഇതാണ് വെസ്റ്റിൽ നിന്ന് സൗത്തിലേക്ക് 40 ഡിഗ്രി. സോ 40 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് 40 ഡിഗ്രി വന്നല്ലോ, ഇവിടെ ആയിരിക്കും 40 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, 40 ഡിഗ്രി ടുവേർഡ്സ് സൗത്ത് ഓഫ് വെസ്റ്റ്. സോ വിൽ ബി നമ്മൾ 4 ഫോഴ്സ് മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഓർഡർ ഇങ്ങനെ ഇവിടെ തന്നെ ഹൊറിസോണ്ടലായിട്ട് വല്ലതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ വിൽ ബി റെപ്രസെന്റിങ് ദ ഫസ്റ്റ് ഫോഴ്സ്. നമുക്ക് ഏതൊക്കെ ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യണം? 35 വേണം, 30 വേണം, 25 വേണം, 20 വേണം. 4 ഫോഴ്സ് ഉള്ളു. സോ വി ക്യാൻ ടേക്ക് 1 centimeter is equal to 10 Newton എന്നുള്ള സ്കെയിൽ എടുക്കാം. ഓർ 0.5 centimeter is equal to 10 Newton എന്നുള്ള സ്കെയിൽ എടുക്കാം. സോ ദിസ് വിൽ ബിക്കം 4 centimeter and this will become 5 centimeter and this will become 6 centimeter and this will become 7 centimeter. ഇത് രണ്ടാമത്തെ സ്കെയിൽ കേട്ടോ. 0.5 എന്നുള്ള സ്കെയിൽ എടുക്കുമ്പോഴാണ് ഞാനിവിടെ വാല്യൂസ് എഴുതിയേക്കുന്നത്. ഫസ്റ്റ് സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഇത് 2 centimeter, ഇത് 2.5 centimeter, 3 centimeter, 3.5 centimeter, ഏത് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ I will be drawing the first line of length 4 centimeter. 4 centimeter ഉള്ള ലെങ്ത്തിന്റെ ലൈനിന്റെ ഇൻക്ലിനേഷൻ എത്ര? 30 ഡിഗ്രി. സോ ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. From that point, using the protractor, I will draw a 30 degree line. And I will mark the dimension of the 30 degree line as 4 centimeter. 4 centimeter ലെങ്ത്തിൽ ഞാൻ 30 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ടുള്ള ലൈൻ വരച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്തു, 30 ഡിഗ്രി പ്രൊട്രാക്ടറിൽ മാർക്ക് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് എൻ്റെ ലെങ്ത് 4 centimeter എന്നുള്ളതിൽ ഞാൻ മാർക്ക് ചെയ്തു. രണ്ടാമത്തെ സ്കെയിൽ എടുക്കുന്നവർക്ക് 4 centimeter, ആദ്യത്തെ സ്കെയിൽ എടുക്കുന്നവർക്ക് 2 centimeter. And from this point Q, അടുത്ത ഫോഴ്സ് ഏതാ മാർക്ക് ചെയ്യുന്നത്? നെക്സ്റ്റ് ഐ വിൽ ബി മാർക്കിംഗ് ദ ഫോഴ്സ് 25 Newton. 25 Newton എന്നുള്ള ഫോഴ്സ് ആണ് മാർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്. സോ ഫ്രം ദിസ് പോയിന്റ്, ഇത് വരച്ചൊരു ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ട്, കറക്റ്റ് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. ഓർ വി ക്യാൻ നമ്മളൊരു പ്രൊട്രാക്ടർ എടുത്തിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതാണ് ഓൾറെഡി വന്നിരിക്കുന്ന ലൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇവിടെ നിന്നാണ് നമുക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ഇത് 30 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി 90. ടോട്ടൽ 120 ആയിരിക്കും ടോട്ടൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 120 ഡിഗ്രി മെഷർ ചെയ്തിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വരച്ച ഹൊറിസോണ്ടൽ ലൈന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് 25 Newton വരയ്ക്കാം. കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് 25 Newton വരയ്ക്കാം. എപ്പോഴും നമ്മൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം ഇതിപ്പോ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. സപ്പോസ് ഇറ്റ് ഈസ് ഒരു 85 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ 120 ഡിഗ്രി എങ്ങനെയാണ് വന്നതെന്ന് പറയാൻ കാരണം. ഓക്കെ, നമുക്ക് അടുത്ത് വരയ്ക്കേണ്ടത് വെർട്ടിക്കലാണ്. വെർട്ടിക്കലാണെങ്കിൽ അതിന്റെ ഈ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് 120 ഡിഗ്രി. സോ ഇവിടെ 120 ഡിഗ്രി ട്രാക്കിൽ മാർക്ക് ചെയ്തിട്ട് ആൻഡ് ഐ വിൽ ഡ്രോ എ ലൈൻ. അതിന്റെ ലെങ്ത് എത്രയാണ്? 5 centimeter ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കും. സോ വെർട്ടിക്കൽ ലൈൻ വരച്ചു 5 centimeter. ഇനി അടുത്ത ഫോഴ്സ് ഏതാ? 45 ഡിഗ്രി ഇൻക്ലൈൻഡ്. 45 ഡിഗ്രി വെർട്ടിക്കൽ ലൈനായിട്ട്, ഈ വെർട്ടിക്കൽ ലൈനായിട്ട് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷനായിട്ട്
45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് അടുത്ത ഫോഴ്സിന്റെ ലെങ്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ ലെങ്ത്തിൽ അടുത്ത ഫോഴ്സ് വരയ്ക്കും. 6 സെന്റിമീറ്റർ ലെങ്ത്തിൽ നെക്സ്റ്റ് ഫോഴ്സ് വരയ്ക്കും. ആൻഡ് നെക്സ്റ്റ് ഫോഴ്സ് ഇങ്ങനെ പോകണു. ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ. അപ്പൊ അതും ഇതും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ ഓൾറെഡി ഒരു ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വെച്ചിട്ടായിരിക്കും മിക്കവാറും നെക്സ്റ്റ് ഫോഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. സോ ദാറ്റ് ആംഗിൾ വിൽ ബി 85 ഡിഗ്രി. നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് 45 ആൻഡ് ദ സെക്കൻഡ് ഫോഴ്സ് ഇസ് 40. ടോട്ടൽ 85 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു എത്രയാണ് 7 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. സോ ഐ ഗെറ്റ് ദ ലാസ്റ്റ് പോയിന്റ്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിൽ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകളുമാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ ആൾക്കാർ വരുത്താറുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് നമ്മുടെ ഫിഗറും റഫറൻസ് ഫിഗറും നമുക്ക് വരയ്ക്കാനുള്ള ഫിഗറും കമ്പയർ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കും. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി 85 ഡിഗ്രി ആ ആംഗിൾസ് ഒക്കെ എവിടെ നിന്ന് വന്ന് എങ്ങനെയാ വന്നതെന്നൊക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്താലേ അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഒന്ന് ഇതിന്റെ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ വീണ്ടും എഴുതണ്ട. ഈ ലെഫ്റ്റ് സൈഡിലെ ഫിഗർ വരയ്ക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഇതിന്റെ ഫൈനൽ ആൻസർ ഒക്കെയാണെന്ന് വേഗം പറയാം. I need the total angle and ടോട്ടൽ ആംഗിളും വേണം, റിസൾട്ടന്റിന്റെ ലെങ്ത് വേണം, തീറ്റയും വേണം. ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ PT. PT എന്നുള്ള ലൈനിന്റെ ലെങ്ത്തും വേണം. ലെങ്ത് മീൻസ് ഫൈനൽ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് എനിക്ക് ആവശ്യം. വേഗം ആയിക്കോട്ടെ. ഇതുകൂടി മറിച്ചിട്ട് നമുക്ക് കഴിഞ്ഞു. മീൻസ് ഗ്രാഫിക്കൽ മെത്തേഡ് കഴിഞ്ഞു. ഇനി 3 ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് ഞാൻ വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അതും കൂടി ആൻസർ ചെയ്താൽ കഴിഞ്ഞ് നമുക്ക് നിർത്താം. ഇത് വേഗം ഒന്ന് ഗ്രാഫിക്കൽ വീണ്ടും സ്കെയിലും പെൻസിലും ട്രാക്ടറൊക്കെ എടുത്തിട്ടൊന്ന് വേഗം വരയ്ക്കാം. ആംഗിൾസ് എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ചോദിക്കുക. 85 45 അല്ലെങ്കിൽ 120 എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. വേഗം വരച്ചിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ട് എന്ന് പറയാം. ഇത് കഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കറക്റ്റ് സ്കെയിലും പെൻസിലും ഒക്കെ വെച്ച് വരച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് കുറെ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ചെയ്ത ഇക്വേഷൻ ആണ്. സിഗ്മ FX കൊണ്ട് കുറെ എഴുതി, സിഗ്മ FY കൊണ്ട് കുറെ എഴുതി, റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്തു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തു, അതിന്റെ ഡയറക്ഷൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്തു, അതിനെ ആക്ച്വൽ ആംഗിളിലേക്ക് മാറ്റി. അങ്ങനെ കുറെ സ്റ്റെപ്പുകളായിട്ട് ചെയ്ത ഇതിന് ഒറ്റയടിക്ക് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഒരുപാട് പ്ലസ് പോയിന്റ് ഉണ്ട്. ചെറിയ മിസ്റ്റേക്കുകൾ ഈ 85 ഡിഗ്രി ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചെറിയ മിസ്റ്റേക്കുകൾ വന്നാലും നമ്മുടെ ആൻസർ മൊത്തമായിട്ട് തെറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്താണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ സൈഡിൽ എഴുതിയിരിക്കണം കേട്ടോ. ഇതിൽ ഏത് സ്കെയിലാണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിന്റെ സൈഡിൽ അവിടെ എഴുതിയിരിക്കണം. 1 സെന്റിമീറ്റർ സ്കെയിൽ 10 ന്യൂട്ടൺ ആണോ, 0.5 സെന്റിമീറ്റർ സ്കെയിൽ 10 ന്യൂട്ടൺ ആണോ, ഏത് സ്കെയിലാണ് യൂസ് ചെയ്തതെന്ന് അവിടെ എഴുതിക്കണം. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സെക്കൻഡ് സ്കെയിലാണ്. 5 സെന്റിമീറ്റർ സ്കെയിൽ 10 ന്യൂട്ടൺ എന്നുള്ള സ്കെയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തൊന്നും ചോദിക്കില്ല. ഗ്രാഫിക്കൽ മെത്തേഡ് അനലിറ്റിക്കൽ മെത്തേഡാണ് ഈസി ആയിട്ട് തോന്നുന്നത്, അനലിറ്റിക്കൽ മെത്തേഡ് പഠിക്കാം. ഗ്രാഫിക്കൽ മെത്തേഡാണ് ഈസി ആയിട്ട് തോന്നുന്നത്, ഗ്രാഫിക്കൽ മെത്തേഡ് പഠിക്കാം. പക്ഷേ അനലിറ്റിക്കൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഗ്രാഫിക്കൽ വേണമെങ്കിൽ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാം, ബട്ട് അനലിറ്റിക്കൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അനലിറ്റിക്കൽ ബേസ് ചെയ്ത് തിരിച്ച് മറിച്ചൊക്കെ ഗ്രാഫിക്കൽ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് അനലിറ്റിക്കൽ വെച്ച് മാത്രമേ ചെയ്യാം. അനലിറ്റിക്കൽ പ്രോബ്ലം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ടാൻ ആൽഫ ഇക്വേഷനെ വെച്ച് ചോദിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് അനലിറ്റിക്കൽ മെത്തേഡ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഗ്രാഫിക്കൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ബട്ട് ചില സമയത്ത് നമുക്ക് പ്രോബ്ലം ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ ഗ്രാഫിക്കൽ മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് ആയി പറയാം. അണ്ടർസ്റ്റാൻഡ് 120 ഡിഗ്രി. 120 ഡിഗ്രി എന്താണെന്ന് മനസ്സിലായില്ല. ഓക്കെ, 120 ഡിഗ്രി എന്താ വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഫോഴ്സ് ഇവിടെ 30 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഫോഴ്സ് 25 ന്യൂട്ടൺ അപ്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡയറക്ട്ലി അപ്വേർഡ് ആണ് നമ്മുടെ ഫോഴ്സ്. അപ്പൊ എനിക്ക് ആവശ്യം ഈ 20 ന്യൂട്ടണും ആൻഡ് 25 ന്യൂട്ടണും മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എനിക്ക് ആവശ്യം. സോ എനിക്കറിയാം അതിനോ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി എന്ന് അറിയാം, ഈ ആംഗിൾ 90 ഡിഗ്രി അറിയാം. ഓക്കെ, ആൻഡ് ദേ ഹാവ് ഗിവൺ ദിസ് ആംഗിൾ ആസ് 30 ഡിഗ്രി.
ഒരു പാരലൽ ലൈന് കട്ട് ചെയ്താൽ ഈ ആംഗിളും സെയിം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വെച്ചിട്ട് ആ കൺസെപ്റ്റ് വെച്ചിട്ട് ഇത് 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇതും 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഒരു പാരലൽ ലൈൻ വരച്ചാൽ നമ്മൾ ഓൾറെഡി വരച്ച ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ലൈൻ വരച്ചാൽ if this angle is 30, this angle also 30. നമുക്ക് ഓൾറെഡി ഇത് വെർട്ടിക്കലാണ് നമുക്കറിയാം. അപ്പോൾ വെർട്ടിക്കൽ ആകുമ്പോൾ ഈ ആംഗിൾ ഓൾറെഡി 90 ആയിട്ട് വരും. അപ്പോൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 90 + 30 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി. ദാറ്റ് ഈസ് ദ ടോട്ടൽ ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഫോഴ്സും രണ്ടാമത്തെ ഫോഴ്സും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇറ്റ് വിൽ ബി 120 ഡിഗ്രി. അങ്ങനെയാണ് 120 ഡിഗ്രി എന്നുള്ള കാൽക്കുലേഷൻ വരുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും 45.6 ആൻഡ് 47.7 ഈസ് ദ ആൻസർ. രണ്ട് വാല്യൂസാ. എന്താ രണ്ട് വാല്യൂസ്? ആംഗിൾ ആണോ രണ്ടാമത്തെ? ആംഗിൾ ഒരിക്കലും 47 വരില്ലല്ലോ, മോർ ദാൻ 90 അല്ലേ വരുള്ളൂ. What about others? വേറെ ആർക്കും ആൻസേഴ്സ് ഇല്ല? ഗ്രാഫിക്കൽ മെത്തേഡിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫൈനൽ ആൻസർ ബുക്കിൽ എഴുതിയിട്ടില്ല, ഞാനും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. 140 ഡിഗ്രി ആൻഡ് 180 ന്യൂട്ടൺ അടുത്തൊരു ആൻസർ. ഭയങ്കര വലിയ വ്യത്യാസമാണല്ലോ, ചെയ്ത് നോക്കേണ്ടി വരും. Newton and 133 degree. So that's okay. 45 Newton and 134 degree. Okay. കോമൺ ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്നുണ്ട്. 45 ന്യൂട്ടൺ നമുക്ക് ഫിക്സ് ചെയ്യാം. നെൽസൺ എന്താണ് രണ്ട് ഡിഫറെന്റ് ആൻസർ കിട്ടി, 45.6 ആൻഡ് 47.7. ചിലപ്പോൾ 47.7 എന്ന് പറഞ്ഞത് മീൻസ് ഇവിടുന്നുള്ള ആംഗിൾ ആയിരിക്കില്ല. ഓക്കെ, മനസ്സിലായി. നമുക്ക് ആ ആംഗിൾ അല്ല, നമുക്ക് ടോട്ടൽ ആംഗിൾ മേ ബി ഈ ആംഗിൾ ആയിരിക്കും നെൽസൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് ആ ആംഗിൾ അല്ല, നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള ആംഗിൾ നമ്മൾ നോർമലി പറയാറ്. ഓക്കെ, അപ്പോൾ നോ പ്രോബ്ലം. അപ്പോൾ ഒന്ന് രണ്ടാൾക്കാർക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വേഗം ആയിക്കോട്ടെ. അറ്റൻഡൻസിന്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒന്നുകൂടി ഇടാം. ഒരു 10-30 ആൾക്കാർ മാർക്ക് ചെയ്തിട്ടുള്ളൂ. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡൻസിന്റെ ലിങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനിയൊരു 5 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് ഇന്നത്തെ ഹോംവർക്കായിട്ട് 5 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ തരാം. അധികം സമയമൊന്നും കളയണ്ട. 5 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. 45 ന്യൂട്ടന്റെ ക്യാപിറ്റൽ എന്നാണ് കേട്ടോ, സ്മോൾ എന്നല്ല, ക്യാപിറ്റൽ എന്നാണ് ന്യൂട്ടന്റെ യൂണിറ്റ്. 130 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആൻസർ കിട്ടിയ ആൾക്കാർ അറ്റൻഡൻസ് ആ ലിങ്കിൽ മാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയി പൊക്കോളൂ. ഒരു 5 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് അടുത്ത പേജിൽ, അത് ഞാൻ ഹോംവർക്കായിട്ട് തരാം. ABCD ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഹോംവർക്കായിട്ട് തരാം. ഈ ആൻസർ കിട്ടിയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയിട്ട് പൊക്കോളൂ. ഓക്കെ, താങ്ക് യു.